പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനത്തോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിൻ്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിൻ്റെ കയ്യിലുള്ളത്, അത് എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസന മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല, പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവെ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്, അവിടെ നിൻ്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ
കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവർ, ഉപേക്ഷിച്ച് പോണവർ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവർ, പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ്, അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത്. ഇന്നും അതുതന്നെയാണ് സബ്ജക്റ്റ്. കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ, നമ്മൾ പഠിക്കുകയാണ് വചനം, നമ്മൾ പഠിച്ചാണ് ഇപ്പോൾ വളരാൻ പോണത് കർത്താവിനെ. അപ്പം അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത്. അപ്പോൾ ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്. എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും, അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ലൂക്ക 17:5 വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പം നിങ്ങളോർക്കും അപ്പോസ്തലന്മാർ എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം. വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ് ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണില്ല. അപ്പോൾ അതിന് അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയും, ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷൻ വരികയാണ് ഇവിടെ. എന്താണ്? ക്ഷമ. നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല. ഞാൻ 2 തെസ്സലോനിക്കർ 3:1 കണ്ടില്ലേ? വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് പരസ്നേഹം വളരുന്നത് നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴെന്താ പറയണത്? അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഇപ്പോഴെന്താണ് വചനം പറയണത്? വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ്. അപ്പോൾ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത്. അല്ല നിനക്ക് വൈകാര്യമായിട്ട് അതിന് കഴിവില്ലെന്ന് അങ്ങനൊന്നുമല്ല, നിനക്ക് വെറുപ്പണങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത്. അതൊക്കെ മനുഷ്യന്മാർ. നിനക്കൊരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസസ് ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ്. ഇതൊരു അപകടകരമായ കാര്യമാണ്. ഇപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനത്തിൽ അവശേഷിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം. 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവി. ഞാൻ കാലടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് 2016 അന്നേരം എനിക്ക് ഉടമ്പടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. പിന്നീട് ഉടമ്പടി എടുക്കാനായിട്ടുള്ളൊരു കാരണം, ഞാൻ 2003 മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓരോ കോളേജസിൽ. ഇപ്പോൾ 23 വർഷമായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ PhD ഫിസിയോളജിയാണ്, ന്യൂറോ ഫിസിയോളജി PhD ചെയ്തതാണ്. MSc MPhilഉം B.Edഉം യൂണിവേഴ്സിറ്റി റാങ്കും എല്ലാം ഉണ്ടായിരുന്നു. 2 ബുക്സും എഴുതിയിട്ടുണ്ട്, അക്കാഡമിക് ബുക്സ്. എന്നിട്ടും ഗസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2003 മുതൽ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും ഓരോ കോളേജസിലായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ മാറി മാറി ഒരു ദിവസം 2 സ്ഥലത്ത് അല്ലെങ്കിൽ 3 സ്ഥലത്ത് അങ്ങനെ പഠിപ്പിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എല്ലാവരുടെയും പോലെ തന്നെ പഠിച്ചു കഴിയുമ്പം
ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെയും ഒരു വലിയ ആയിരുന്നു. അപ്പോൾ 2003 ആദ്യമായിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ ഓർത്തോ നെക്സ്റ്റ് ഇയർ പെർമനൻ്റ് ആവുമായിരിക്കും. 2004 വീണ്ടും വിചാരിച്ചു അടുത്ത വർഷം പെർമനൻ്റ് ആവുമായിരിക്കും. അങ്ങനെ പോയി 2023 വരെയായി. അപ്പോൾ ഞാൻ 2017 ഒരു കോളേജിൽ, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ഇൻഡെക്സ് മാർക്കിംഗ് ഫസ്റ്റ് എനിക്ക് വരികയും ചെയ്തു. അപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടാവുമായിരിക്കുമെന്ന്. പക്ഷേ റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പം ഞാനില്ലായിരുന്നു. ആ കോളേജിൽ തന്നെ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്ത, എന്നാൽ എൻ്റെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ടീച്ചറാണ് അവിടെ ജോയിൻ ചെയ്തത്. അന്നേരം എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, 2 നഴ്സിംഗ് കോളേജ്, പിന്നെ വേറെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പിന്നെ LF ഹോസ്പിറ്റൽ അങ്കമാലി, ഒരു ഹയർ സെക്കൻഡറി സ്കൂള്, 2 എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് യാത്ര ചെയ്ത് നല്ല മടുത്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോവുക. അപ്പം ഇടയ്ക്ക് ബ്ലോക്കൊക്കെ വരുമ്പം മറ്റേ സ്ഥലത്ത് എത്താൻ ലേറ്റ് ആയാൽ നമ്മുടെ ഉള്ളിലൊരു ടെൻഷനായിരിക്കും. ടൈം ടേബിൾ എനിക്ക് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നും ഈ ഒരു വിഷമം ഇങ്ങനെ ഉണ്ട്. അങ്ങനെ 2019 ഞാൻ ഇതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ആലുവയിലുള്ള വേറൊരു കോളേജിൽ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തു. അന്നേരം എനിക്ക് ആ കോളേജിൽ പെർമനൻ്റായിട്ട് കിട്ടണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹം മനസ്സിലുണ്ടായി. ആ കോളേജും പരിസരവും എല്ലാം മനസ്സിൽ ഭയങ്കരമായിട്ട് എന്നെ അട്രാക്റ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2020 ആ ഒരു ടൈമിൽ കോവിഡ് ടൈം ആയത്. അപ്പോൾ ആ സമയത്ത് എല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആക്കി. അങ്ങനെ ഇരിക്കുമ്പം MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ എനിക്ക് ഇതേപോലെ തന്നെ ഓൺ കോൺട്രാക്റ്റ്, പെർമനൻ്റ് അല്ല, ഓൺ കോൺട്രാക്റ്റിൽ എനിക്ക് സെലക്ഷനായി. 2 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഗ്യാപ്പിൽ കുറച്ച് നാൾ പോയി ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ആലുവേല കോളേജിൽ പെർമനൻറ്റ് പോസ്റ്റിന് വിളിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഫസ്റ്റായിട്ടായിരുന്നു വരേണ്ടത്, പക്ഷേ കുറേ ഉൾക്കളികൾ കാരണം അത് റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡായി. എങ്കിലും എനിക്ക് വിഷമമില്ല, കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇനി പേടിക്കണ്ടല്ലോ. അപ്പം ഒരു സ്ഥലത്ത് ആയി, റാങ്ക് ലിസ്റ്റിൽ സെക്കൻഡ് വന്നു, എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ അയക്കും എന്നവർ പറഞ്ഞു. നെക്സ്റ്റ് എനിക്ക് ജോയിൻ ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ വേറെ ആ സമയത്ത് വേറെ 2 കോളേജസിൽ നിന്ന് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല. കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു സ്ഥലത്തായിട്ടുണ്ട്. ഒരു 1 ഇയറോടെ കഴിഞ്ഞാൽ എൻ്റെ ഏജ് ഓവറാവും. അപ്പം എനിക്കെപ്പോഴും സങ്കടമായിരുന്നു. ഞാൻ PhD ഡോക്ടർ ദേവി NP എന്ന് എവിടെയൊക്കെ എഴുതുമ്പോഴോ ബ്രാക്കറ്റിൽ ഗസ്റ്റ് ലെക്ചറർ അല്ലെങ്കിൽ ഓൺ കോൺട്രാക്റ്റ്. അപ്പം ഒരു PhD ചെയ്യുന്ന ആർക്കും ഉണ്ടാകുന്ന പോലെയുള്ള ഒരു ആഗ്രഹം എനിക്കും ഉണ്ടായി. എനിക്ക് പെർമനൻ്റായിട്ട് എവിടെയെങ്കിലും അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കിട്ടണം എന്ന്. അങ്ങനെ ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. കുറേ നാളായിട്ടും അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നില്ല. അപ്പം ഞാനും എൻ്റെ മദറും കൂടി ചെന്ന് അന്വേഷിച്ചപ്പം അറിഞ്ഞത് അവിടെ ഒരുപാട് എനിക്ക് പബ്ലിക്കായിട്ട് ഒത്തിരി പറയാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ അറിഞ്ഞത് അന്നേരം ഉണ്ടായിരുന്ന പ്രിൻസിപ്പലിൻ്റെ ഒരു ബന്ധു, ആ കുട്ടിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് 1 ഇയർ പോലും ഇല്ല, PhDയും ഇല്ല. അപ്പോൾ ആ കുട്ടിയെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തു. ആ കുട്ടി നെക്സ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യും. എൻ്റെ അമ്മയുണ്ട് കൂടെ, എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. അപ്പം ഞങ്ങൾ അതെല്ലാം ഇങ്ങനെ ആഘോഷിച്ച് സന്തോഷിച്ചാണ് വൈകിട്ടായപ്പം കോളേജിൽ പോയി അന്വേഷിക്കുന്നത്. അന്നേരം സത്യം പറഞ്ഞാൽ എന്താ ചെയ്യുക, എൻ്റെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇനി എനിക്കൊരു ചാൻസ് ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് വന്ന 2 കോളേജസിൽ ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ പോലും ഞാനും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊരു ഭയങ്കര ഒരു ഭയമായി. പിന്നെ ഏത് കോളേജിൽ കണ്ടാലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പോലും ഉള്ള ധൈര്യം വരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഓരോരോ തന്ത്രപൂർവമായ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടുന്നില്ല, മാറിപ്പോകുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവേ, എന്നെ PhD ചെയ്യാൻ സഹായിച്ചത് മാതാവാണെങ്കിൽ, 2 ടെക്സ്റ്റ് ബുക്ക് എഴുതാനായിട്ട് എന്നെ സഹായിച്ചത് മാതാവാണെങ്കിൽ, എപ്പോഴെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ഉറപ്പിച്ച് എഴുതാനായിട്ട് എനിക്ക് എപ്പോഴെങ്കിലും ഒരു അനുഗ്രഹം തരണമേ.
എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ മകൻ 10th എക്സാം ൻ്റെ ടൈമിലാണ് ഞാൻ ബുക്കൊക്കെ എഴുതിയത്. അപ്പോൾ അവൻ്റെ ഒരുപാട് സഹായത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാംസ് എല്ലാം അവനാണ് വരച്ച് തന്നത്. അങ്ങനെ ഞാനും അവനും കൂടി ചെയ്തൊരു പുസ്തകമാണ്. അങ്ങനെ അവന് 10th നല്ല 95% മാർക്ക് അവന് കിട്ടി. 11th 12th ആയപ്പോഴത്തേക്കും അവനെ നമുക്ക് ഹോസ്റ്റലിലാക്കേണ്ടി വന്നു. കാരണം എൻട്രൻസ് എഴുതാനായിട്ടുള്ള കോച്ചിങ് കൂടി കൊടുക്കാൻ വേണ്ടി. അപ്പം മോനെ ഹോസ്റ്റലിലാക്കി. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സങ്കടമൊക്കെ ആയി അവനടുത്തില്ലാത്തത് കൊണ്ട്. പക്ഷെ അവൻ്റെ സ്കൂളിൻ്റെ മുൻപിൽ കൂടെയാണ് ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ രാവിലെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളുടെ സ്ഥലത്തുനിന്ന് ഒരു 2.5-3 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പോൾ യാത്ര ചെയ്ത് പോകുമ്പോഴും എനിക്ക് സങ്കടമാണ്, ക്ഷീണമാണ്. ബസ്സിൽ ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടാവില്ല. ചിലപ്പം ഫുട്ബോളിലൊക്കെ നിന്നാൽ കുറേ ദൂരം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ എനിക്ക് ഇവനെ കാണാത്ത സങ്കടം, എനിക്ക് പെർമനൻ്റായിട്ട് ജോലി കിട്ടാത്ത സങ്കടം, ഇതെല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇവൻ ഒരു 3-4 മാസം കഴിഞ്ഞപ്പം 12th ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, അമ്മ ഇനി ഹോസ്റ്റലിൽ നിന്ന് മാറി നമുക്ക് എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്ത് നിന്ന് പഠിക്കാം, എന്നാലേ പഠിത്തം ശരിയാവുള്ളൂ, അല്ലെങ്കിൽ എൻട്രൻസ് എങ്ങനെ വരും എന്നറിയില്ല. അപ്പം അമ്മ നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ പാരൻസും കൂടി ഇവൻ്റെ സ്കൂളിൻ്റെ അടുത്ത് ഒരു ഫ്ലാറ്റ് നോക്കി. അങ്ങനെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ അപ്പം ഞങ്ങൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തരണം, ഞാനും മോനും കൂടി ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, അപ്പോൾ എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, ഞങ്ങൾക്ക് സെക്യൂറായിട്ടുള്ളൊരു സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയോ 2-3 ദിവസത്തിനുള്ളിൽ ഒരു പുതിയൊരു ഫ്ലാറ്റ് കിട്ടുകയും നമ്മളവിടെ താമസിക്കുകയും മോനും ഞാനും കൂടി തന്നെ താമസിച്ചു തുടങ്ങി. അപ്പം രാവിലെ എഴുന്നേറ്റ് അതുവരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യം കറക്റ്റ് ടൈമിൽ ഞാൻ ഒരു 1/2 hour ബിഫോർ എപ്പോഴും എത്താറുണ്ട്. ഈ സ്ഥലത്തോട്ട് മാറിയതിന് ശേഷം പിന്നെ കുറച്ച് ദൂരമായി യാത്ര. അപ്പം ഞാൻ എത്തുന്ന ടൈമിങ് 10 മിനിറ്റൊക്കെ ലേറ്റ് ആവാൻ തുടങ്ങി. അന്നേരം എനിക്ക് പിന്നെയും ഭയമായി തുടങ്ങി. ഇപ്പോൾ ഉള്ള ജോലിയും കൂടി ഇനി പോകുമോ, ലേറ്റായി എത്തുമ്പോൾ ഇനി ഉള്ള കയ്യിലിരിക്കുന്നതും കൂടി പോകുമോ, ഇതൊക്കെ ഒരു ടെൻഷനായി. പിന്നെ മോൻ്റെ പഠിത്തം എങ്ങനെയാവും, ഇവൻ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുമോ, 12th നല്ല മാർക്ക് കിട്ടുമോ, ഇതെല്ലാം ടെൻഷനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ 2023 February 4th ഞാനും മോനും എൻ്റെ പാരൻസും കൂടി ഇവിടെ പ്രെയറിന് വന്നു, പ്രാർത്ഥിക്കാമെന്നോർത്ത് വന്നു. ഇവൻ്റെ പരീക്ഷയും ഇതെല്ലാം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കാമെന്നോർത്ത് വന്നപ്പം എനിക്ക് തോന്നി ഉടമ്പടി ഞാൻ എടുക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ നിന്നു. അവരെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. കാരണം അല്ലെങ്കിൽ അവരും വൈകുന്നേരം വരെ നിൽക്കണമല്ലോ എന്നോർത്ത് അവർ തിരിച്ചു പോയി. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്തിട്ട് പോയപ്പോൾ എനിക്ക് അതുവരെ ഇല്ലാത്തൊരു ഭയങ്കര സന്തോഷമായിരുന്നു മനസ്സിന്, ഒരു ശക്തിയും. ഇനിയിപ്പം ഉടമ്പടി എടുക്കാനായിട്ടപ്പം മുകളിൽ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തപ്പം നമ്മളോട് 6 നിയോഗങ്ങൾ എഴുതാൻ പറയും. എനിക്കൊന്നും എഴുതണ്ട, എനിക്കൊന്നും എഴുതാൻ തോന്നിയില്ല. പക്ഷെ പറയുന്നുണ്ട് നമ്മൾ 6 നിയോഗങ്ങൾ എഴുതണം. അന്നേരം ഞാൻ ആദ്യം 1, 2, 3, 4, 5 വരെ എഴുതിയത് എൻ്റെ പാരൻസിൻ്റെ ഹെൽത്തും, എൻ്റെ അനിയത്തി അവൾ ഓസ്ട്രേലിയയിലാണ്, അവളുടെ ജോലിയും അവളുടെ ബിസിനസ്സും ഇതെല്ലാം നന്നായി വരണം, മോൻ്റെ പരീക്ഷ 12th എല്ലാ പാരൻസും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് നല്ല മാർക്ക് കിട്ടണം, A+ എല്ലാത്തിനും ഉണ്ടാവണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചു. പിന്നെ ഇവൻ്റെ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നിയോഗം വെച്ചു. 6th നിയോഗമായിട്ട് ഞാൻ വെച്ചത് ആക്ച്വലി എനിക്ക് പെർമനൻ്റായിട്ട് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഇനി എങ്ങനെ സാധിക്കും, എൻ്റെ ഏജ് ഇപ്പോൾ ഓവറാവും. അപ്പം ഞാൻ ഒരു സെൻറ്റൻസിൽ അത് എഴുതി. എന്നിട്ട് ഇവിടെ നിയോഗം സമർപ്പിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി വേണ്ട, അങ്ങനെ എഴുതണ്ട, അത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരട്ടെ എന്നോർത്തിട്ട് ഞാനത് വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ അവിടെ എഴുതി, മനസ്സിൽ ആഗ്രഹമുണ്ട്, ഇനി ബാക്കി മാതാവിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസ് വെട്ടിയിട്ട് മാതാവിൻ്റെ ഇഷ്ടം എന്ന് എഴുതി ഞാനത് സമർപ്പിച്ചിട്ട് പോയി. പിന്നെ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചിട്ട് പോയി. പോകുന്ന വഴി തന്നെ ബസ്സിലുള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ എല്ലാം കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്ന അവിടെ തൊട്ടടുത്തുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ ഈ നിയോഗം വെക്കുന്നവർ ചെയ്യണമെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യാൻ നോക്കി. പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ, പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. ബൈബിൾ ആദ്യം വായിക്കുമായിരുന്നു, പക്ഷേ ഇത്രയും ഡിസിപ്ലിൻഡായിട്ട് ചെയ്യില്ലായിരുന്നു. ഉഴപ്പി ഇടയ്ക്കൊക്കെ ബൈബിൾ വായിക്കും, അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ February 4th നിയോഗം വെച്ചു. പിന്നെ ഞാൻ ആസ് യൂഷ്വൽ എന്നും രാവിലെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എൻ്റെ ഒരു പേടി, എനിക്ക് മോൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ, ഇവന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റുമോ, കോളേജിൽ ബ്ലോക്ക് ആയിരിക്കുമോ പോകുന്ന വഴി, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അപ്പം ഞാൻ ഓർക്കും
മാതാവേ അല്ലെങ്കിൽ ദൈവമേ, ജീസസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓർക്കും, പോകുന്ന വഴിക്കൊക്കെ ഞാൻ പ്രെയർ കേൾക്കുമായിരുന്നു. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, മനസ്സിൽ ഭയങ്കരമായിട്ട്. അപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു വരാറുണ്ട് ചിലപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കും. അപ്പം ഞാൻ ഓർക്കും, ഞാൻ ചെയ്യുന്ന വർക്ക് എൻ്റെ പ്രാർത്ഥനയായിട്ട് ദൈവം എടുത്തോണം. ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ ഓടി നടന്ന് പഠിപ്പിക്കുന്നുണ്ട്, എനിക്കതിനൊരു മടിയും തോന്നുന്നില്ല. എൻ്റെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എൻ്റെ പ്രാർത്ഥനയാണെന്ന് ദൈവം വിചാരിക്കുമെന്ന് എപ്പോഴും പറയും. പിന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ട് ഇവിടുത്തെ സ്വസ്തി സ്വർലോക റാണി, അതിൻ്റെ അകത്തൊരു സെൻറ്റൻസ് ഉണ്ട്, ഞങ്ങളും നിന്മക്കളല്ലോ. അപ്പം ആ വരി വരുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും. ഞാൻ ചോദിക്കാം, അമ്മ ഞാനും അമ്മയുടെ മകളല്ലേ, എന്നിട്ട് ഈ ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നത് അത്യാഗ്രഹമാണെങ്കിൽ എനിക്ക് വേണ്ട, അതല്ല അമ്മയ്ക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരിക എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പോൾ February 4th കഴിഞ്ഞ് ഒരു 2 weeks കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു February 16th ആയപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോളേജിലെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു. ദേവി മിസ് എന്താ ഇന്ന് ലീവാണോ? അപ്പം ഇന്ന് അവിടെ എന്തോ ഒരു കാരണം കൊണ്ട് ക്ലാസ് ഇല്ലായിരുന്നു. അന്നേരം ഇന്ന് ഞാൻ വന്നിട്ടില്ല, ഇന്ന് സ്റ്റാഫിന് ചെല്ലണം, പക്ഷെ ഞാൻ പോയിട്ടില്ലായിരുന്നു. അന്നേരം അടുത്ത ദിവസം വരുമ്പം എന്നെ മീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ വിചാരിച്ചു, ലേറ്റായി കുറച്ച് ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് ലേറ്റായിട്ടാണ് ചെല്ലുന്നത്, എന്നാൽ എന്നെ ഇനി പോയിക്കോ ടെർമിനേറ്റ് ചെയ്യാനായിരിക്കുമെന്ന് പേടിച്ച് ഞാൻ നെക്സ്റ്റ് ഡേയിൽ പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യാൻ ചെല്ലുന്നു. അന്നേരം പ്രിൻസിപ്പലിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാണാൻ. അന്നേരം ഞാൻ പോയി ഇങ്ങനെ വളരെ ഭയത്തോടെ എന്തായിരിക്കും എന്നോട് പറയുക, എന്താണെങ്കിലും എനിക്കത് കേൾക്കാനുള്ള ശക്തി ഉണ്ടാവണം എന്ന് വിചാരിച്ച് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു, അതും കൈപ്പിടിച്ചിരിക്കുക. വഴക്ക് പറയുന്നതാണെങ്കിലും ഇനി ഇവിടെ വേറെ ആളെ എടുക്കാൻ പോവുകയെന്ന് പറയുകയാണെങ്കിലും എന്താണെങ്കിലും എനിക്കത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവണമെന്ന് വിചാരിച്ചിരിക്കുമ്പം പ്രിൻസിപ്പൽ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ദേവി മിസ് ഒത്തിരി വർഷമായില്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വളരെ യാദൃശ്ചികമായിട്ട് മിസ്സിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് നോക്കുമ്പം എല്ലാ വർഷവും വളരെ 100% നല്ല ഫീഡ്ബാക്കാണ്. അപ്പം മാമിന് ഈ കോളേജിൽ ഫുൾ ടൈം ആയിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫീഡ്ബാക്ക്, എന്നെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്ത് നോക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ആ ഒരു സമയമാണ്. അന്നേരം എനിക്ക് എങ്ങനെയാണത്, ഞാനപ്പം തന്നെ എനിക്ക് താല്പര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതല്ലേ, അപ്പം നല്ലപോലെ ആലോചിച്ചിട്ട് മതി, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ആലോചിച്ചിട്ട് മതി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നു ആലോചിച്ചു. അന്നേരം അമ്മ പറഞ്ഞു, ഇത് എന്തായാലും മാതാവ് കാണിച്ചു തരുന്നത് തന്നെയാണ്, നമ്മൾ യെസ് തന്നെ പറയാം. അപ്പം നമ്മൾ യെസ് തന്നെ പറഞ്ഞു. ഞാൻ ആ കോളേജിൻ്റെ ഭാഗമാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് എൻ്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു, എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. നെക്സ്റ്റ് വീക്കിൽ തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവുക ചെയ്തേ. ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം അത് വളരെ കംഫർട്ടബിളായിട്ട് അങ്ങനെ പോകുന്നു. അത് എൻ്റെ ഈ 23 വർഷത്തെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയ അതൊരു അത്ഭുതം തന്നെയാണ്, മറ്റൊന്നുമല്ല. അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസം വേണമെങ്കിൽ യാദൃശ്ചികമായിട്ട് അവർക്ക് ഫീഡ്ബാക്ക് നോക്കായിരുന്നു, അത് സംഭവിച്ചില്ല. ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്, അതും 2 weeksനുള്ളിൽ എനിക്ക് സംഭവിച്ച. 2003 മുതൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഞാനിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് പെർമനൻ്റായിട്ട്. അതൊന്ന്. 2, എൻ്റെ മകൻ്റെ പരീക്ഷയാണ്. +2 ബോർഡ് എക്സാമിൻ്റെ സമയത്തെല്ലാം അവന് പനിയായിരുന്നു. പനിയായിട്ട് എൻ്റെ അമ്മ വന്ന് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്താണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കൃപാസനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ തൈലവും തേനും ഒക്കെ ഞാനിവന് കൊടുക്കുമായിരുന്നു. അവന് എക്സാമിന് പോകുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഞാൻ കാശുരൂപം കുത്തിയിട്ട് വിടുമായിരുന്നു. +2 ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അവന് നല്ല പനിച്ചുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഈ പനി വെച്ചിട്ട് പോയി. അവൻ്റെ മൂക്കൊക്കെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡായി. മൂക്ക് കൺജസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവന് മടി വരും, പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാൻ തന്നെ മടിയായിരിക്കും. പക്ഷേ 95% മാർക്ക് കിട്ടി. പിന്നെ അടുത്തത് എൻട്രൻസ് എങ്ങനെയാവും എന്നാണ്. അവൻ എഴുതിയ എല്ലാ എൻട്രൻസും ക്വാളിഫൈ ചെയ്തു. JEE മെയിൻസ് ക്വാളിഫൈ ചെയ്തു, JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ചെയ്തു, നീറ്റും ക്വാളിഫൈ ചെയ്തു. പക്ഷേ MBBSന് പോകാൻ ഒട്ടും താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് BTech എഞ്ചിനീയറിങ്ങിന് കാലിക്കറ്റ് NITയിൽ പഠിക്കുന്നു. IIT സ്കോർ കിട്ടിയായിരുന്നു. പക്ഷേ ഒത്തിരി ദൂരെ വിടാനായിട്ട് എൻ്റെ ഫാദറിന് അത്രയും താല്പര്യമില്ലാത്തത് കൊണ്ടും ഇവന് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കാലിക്കറ്റ് NITയിൽ കിട്ടിയതുകൊണ്ടും അവനിപ്പോൾ അവിടെ വളരെ ഹാപ്പി ആയിട്ട് പഠിക്കുന്നു. അത് പിന്നെ വേറൊന്ന്, എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഒരു 2010 ആ ഒരു സമയത്ത് ഈ ഡോറിൻ്റെ ഇടയിൽ പോയതാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞതിന് ശേഷം അവിടെ കുറേ ഓയിൻമെൻറ്റൊക്കെ പുരട്ടി
അത് പിന്നീട് ആ നെയിൽ കേടാവാൻ തുടങ്ങി. നെയിൽ കേടായിട്ട് അതിങ്ങനെ എപ്പോഴും ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരുന്നു. ഭയങ്കര പെയിൻഫുള്ളാണ്, നമുക്ക് വേദനയും എടുക്കും. അത് ഈ ഉടമ്പടി എടുക്കുന്നത് വരെ എനിക്കിതിങ്ങനെ പെയിനായിരുന്നു, നീരും വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നീര് കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ കൂടാതിരിക്കാൻ ചിലപ്പോൾ ഒരു ബാൻഡേജോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റൊക്കെ പുരട്ടി അങ്ങനെ ഉപ്പൊക്കെ വെക്കുമായിരുന്നു, നാരങ്ങ ഇതെല്ലാം. അതിങ്ങനെ ഒരു കുഴിനഖം പോലെ ആയി തുടങ്ങി പിന്നെ വേദനയും. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയ അന്നും ഭയങ്കര വേദന. അന്നേരം ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ തൈലമുണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ തൈലം എടുത്ത് തേച്ച് കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്, ഹ്യൂമൻ ഫിസിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. എന്നിട്ടും എന്നെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ആ തൈലം തേച്ച് ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ ആ നീരും കുറഞ്ഞു, ആ കയ്യിലുണ്ടായിരുന്ന ആ പസ്സും പോയി. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതും എനിക്കിപ്പോൾ ഒരത്ഭുതമാണ്. ഇപ്പം എൻ്റെ ആ ഫിംഗറിന് വേദനയില്ല, തമ്പിന് വേദനയില്ല, അവിടുത്തെ നീരും എല്ലാം മാറി, നെയിൽ ക്ലിയറായി. അപ്പോൾ അത് പിന്നെ എൻ്റെ ഫാദർ എപ്പോഴും ഭയങ്കര തുമ്മലായിരുന്നു അച്ഛന്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് അച്ഛനെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വന്നപ്പോഴും അച്ഛൻ തുമ്പുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതിപ്പോൾ ലാസ്റ്റ് തുമ്മൽ കേട്ടോ, ഇനി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയാൽ ഇനി തുമ്മിയേക്കരുത്. പിന്നീട് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്നീസിങ് ഇല്ല. ഇപ്പോൾ ഇടയ്ക്ക് 1-2 ഒക്കെ ഒരു ജസ്റ്റ് ഒരു അലർജിക് സ്നീസിങ് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ റോസപ്പൂവിൻ്റെ മണം എനിക്കും കിട്ടിയിട്ടുണ്ട്, ഒരു 4-5 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നിന്ന് സെയിം ആയിട്ടുള്ള. ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അവിടെ റോസ് എന്തെങ്കിലും ഫ്ലവേഴ്സിൻ്റെ കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിരിക്കും വെച്ചാൽ ഞാൻ നോക്കിയില്ല, അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പം ഞാൻ ഓർത്ത് അടുത്ത് ആരെങ്കിലും പെർഫ്യൂം ഇട്ടിട്ട് പോയതായിരിക്കും, അടിച്ച് പോയതായിരിക്കും, അങ്ങനെ വിചാരിച്ചു. പക്ഷേ സിമിലർ ആയിട്ടുള്ള സെയിം അതേ മണം തന്നെ വേറെ പല സ്ഥലത്ത് ഞാൻ നടക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു പ്രാവശ്യം ബസ്സിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ടുള്ള ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്ക് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ആദ്യം ഒരു സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ ഇറങ്ങി അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പം എൻ്റെ സീറ്റിൽ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്തിരുന്ന ഒരു സിസ്റ്ററായിരുന്നു, ആ സിസ്റ്റർ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പം എൻ്റെ സീറ്റിൽ പിന്നെ ആരുമില്ല. അപ്പം ഞാനിങ്ങനെ മാതാവേ എന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു. ശരിക്കും അപ്പോഴും എനിക്ക് ഈ സെയിം സ്മെല്ല് വന്നു. അതങ്ങനെ കുറേ നേരം എൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒരു ഡെല്യൂഷനായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനത് ആഗ്രഹിച്ച സമയത്ത് തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നു. മാത്രമല്ല എനിക്ക് സ്പിരിച്വലായിട്ട് കുറച്ചുകൂടി ദൈവസ്നേഹവും ഒരു വിശ്വാസവും കൂടി കുറച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് നിയോഗം ഉടമ്പടി പുതുക്കി ഇപ്പം ആ പുതുക്കിയ സമയം കഴിഞ്ഞു. ഇനി എനിക്ക് വീണ്ടും പുതുക്കണം അങ്ങനെ. പക്ഷേ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് സാക്ഷ്യം പറയാൻ ഇത്തിരി വൈകി ഞാൻ. അപ്പം അതിന് ഞാൻ ക്ഷമ പറയുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് ക്ഷമ പറയുന്നു. പക്ഷേ നമ്മൾ ഇച്ചിരി ഉടമ്പടി എടുത്ത് വെക്കുമ്പം നമ്മൾ ഭയങ്കര ഡിസിപ്ലിൻഡായിട്ട് ചെയ്യും. നമ്മുടെ നിയോഗം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഉഴപ്പാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വരും. ആ ഒരു ചെറിയ ടെൻഡൻസി എനിക്കും ഈ കുറച്ച് നാളുകളിൽ വന്നു. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഈ ഒരു വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഈ ഒരു സ്പിരിച്വാലിറ്റിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ തുടരാനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു അഹങ്കാരത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ ഇല്ലാതാവും. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ യൂട്യൂബിലോ എവിടെയെങ്കിലും ആ പാട്ടൊന്ന് കേൾക്കണം. അതുപോലെ ഇവിടെ പാടുന്ന മിക്കവാറും പാട്ടുകൾ നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സ്പർശിക്കുന്നതാണ്. അപ്പം ഇത്രയും എല്ലാം ഞാൻ മാതാവിൻ്റെ മുൻപിൽ, ഈശോയുടെ മുൻപിൽ, ജീസസിൻ്റെ മുൻപിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം എനിക്ക് കിട്ടിയ ദാനങ്ങളാണ്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചൊരു ജോലിയെക്കുറിച്ചും ആണ് ഡോക്ടർ ആദ്യം സംസാരിച്ചത്. 23 വർഷമായിട്ട് ഒരു സ്ഥിരം ഒരിടത്ത് ലെക്ചറായിട്ട് നിൽക്കണമെന്നുള്ള ആഗ്രഹവും വന്നതും ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത ഏകദേശം ആ സമയത്ത് ഡോക്ടർ തന്നെ ഒരു പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോജിക്കും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എടുത്ത് നോക്കുവാനും എനിക്ക് ജോലി ലഭിക്കുവാനും ഇടവന്നു എന്നുള്ളതും, പിന്നെ വ്യക്തിപരമായിട്ട് തനിക്കുണ്ടായ സൗഖ്യത്തിനെക്കുറിച്ചും പറയാനുണ്ട്. അത് ഉടമ്പടി തൈലത്തിലൂടെ ലഭിച്ച സൗഖ്യം. അപ്പം അപ്പോഴും ഡോക്ടർ പറയാനുണ്ട്, ഇവിടെ ഫിസിയോളജിയാണ് പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് ഈ സൗഖ്യവും ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ
പഠനങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നതും. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ഉടമ്പടിയിൽ നിന്ന്, ഉടമ്പടി തൈലത്തിൽ നിന്ന് അത്ഭുതം കാണാൻ ഇടവന്ന് ഒന്നും ഡോക്ടർ പറയുന്നത്. പിന്നെ മക്കളുടെ കാര്യത്തിലുമെല്ലാം ഏറ്റവും അവസാനം ചുരുക്കുമ്പം പറയുന്നത് വ്യക്തിപരമായിട്ടൊരു സ്പിരിച്വൽ യാത്രയിൽ ഒരു ഡിസിപ്ലിനറി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഏറെ ഇഷ്ടപ്പെട്ട പാട്ടും പ്രാർത്ഥനയും എല്ലാം പറയുമ്പം അപ്പോൾ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു ഡിസിപ്ലിൻ ആണെന്നുള്ളൊരു കാര്യമുണ്ട്. അത് പ്രാർത്ഥനയിലാണ് ഡിസിപ്ലിൻ നടക്കുന്നത് എന്നുള്ളതാണ്. 5:30 രാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന പ്രാർത്ഥനയുടെ ജീവിതം, വൈകുന്നേരം സായങ്കാല പ്രാർത്ഥനയും ആഴ്ചയിലുള്ള പ്രവർത്തനവും പ്രാർത്ഥനയും ആരാധനയും എല്ലാം കൂടി ചേരുമ്പം ജീവിതത്തിൽ ആത്മീയതയ്ക്ക് തന്നെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവും. അങ്ങനെ ആത്മീയത എന്ന് പറയുന്ന ദൈവത്തിന് നമ്മൾ സ്ഥാനം കൊടുത്ത് ജീവിതത്തോട് ചേർത്ത് നോക്കുമ്പോൾ മറ്റു ജീവിതത്തിലെ സാഹചര്യങ്ങളും ക്രമീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളതിന് ഒരുപാട് സാക്ഷ്യങ്ങളിലേക്ക് ഈ സാക്ഷ്യം കൂടി ചേർക്കപ്പെടുകയാണ്. ഏറെ പ്രത്യേകിച്ച് തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ലഭിച്ച ജോലിക്കും അല്ലെങ്കിൽ തൊഴിലിനും മുൻപോട്ടുള്ള കാര്യത്തിനെല്ലാം ലഭിച്ച ആത്മീയമായ ഉണർവിനെയും പ്രതി നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം. ജെയ്സൺ, ഞാൻ ചാലക്കുടി, തൃശ്ശൂർ ജില്ല ചാലക്കുടി എന്നാണ് വരുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതാംഗമാണ്. വെളിപാട് 3:8 നിൻ്റെ പ്രവൃത്തികൾ ഞാൻ കാണുന്നു, നിൻ്റെ മുമ്പിൽ ഞാൻ തുറന്ന വാതിൽ സ്ഥാപിക്കുന്നു, ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറന്ന വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. നിൻ്റെ ഇത് പരിമിതമാണെന്ന് എനിക്കറിയാം. നീ എൻ്റെ വചനങ്ങൾ കാത്തു, നീ എന്നെ നിഷേധിച്ചില്ല. ഈ വചനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കിട്ടിയ വചനം. ഞാൻ ഉടമ്പടി എടുക്കാൻ 2022 ആദ്യമായിട്ട് ഞാൻ ഈ ഉടമ്പടി കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ കൈ വേദനയാണ്. ടെന്നീസ് എൽബോവും ഗോൾഫ് എൽബോവാണ്. ഞാനൊരു ഷെഫായിട്ട് വർക്ക് ചെയ്യണു. അപ്പോൾ കൈക്ക് ഒരുപാട് വർക്കുള്ളത് കൊണ്ട് എൻ്റെ 2 കൈയും വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 3 മാസമായിട്ട് ഞാൻ പലവിധ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിസിയോതെറാപ്പി, ഒഴിച്ചൽ, ഒറ്റമൂലി, അങ്ങനെ എല്ലാ ചികിത്സകളും നടത്തി. അങ്ങനെയാണ് കൃപാസനത്തിൽ എത്തിപ്പെട്ടത്. കൃപാസനത്തിൽ വന്നു, എൻ്റെ ജീവിത പങ്കാളി ഞാനും കൂടെ വന്നു. ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എന്നെക്കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് ഉടമ്പടി എടുക്കുക എന്നുള്ളത് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിത പങ്കാളി അപ്പോൾ ഉടമ്പടി എടുക്കാമെന്ന് നിയോഗം വെച്ചു. അവൾ കറക്റ്റായിട്ട് നിയോഗങ്ങൾ എഴുതി. 1 എൻ്റെ കൈവേദന മാറണം, 2 ഒരു ജീവിതമാർഗം, 3 അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ജോലി. അങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചു. 90 ദിവസം കൃത്യമായിട്ട് ആൾ ഉടമ്പടി 100% 110% ആൾ പാലിച്ചു. എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അവളുടെ എല്ലാ നിയോഗങ്ങളും ഒന്നൊന്നായിട്ട് നടന്നു കിട്ടി. അത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എൻ്റെ കൈവേദന മാറി, ഞങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റി. അവൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. വലിയ കുഴപ്പമില്ലാത്ത നല്ല കച്ചവടം, എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ഹാപ്പിയായിട്ട് വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പഴയ സന്തോഷം എല്ലാം കടന്നു വന്നു. പക്ഷേ ഇതെല്ലാം വന്നെങ്കിലും എനിക്ക് പണ്ടത്തെ ജീവിതത്തിൽ നിന്ന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായില്ല. ഞാനങ്ങനെ പള്ളിയോ പ്രാർത്ഥനയായിട്ടൊന്നും വലിയ ബന്ധമില്ല. എല്ലാവരും പള്ളിയിൽ പോണ പോലെ ഞാനും പോവും. അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥനയുടെയോ പള്ളിയുടെയോ എനിക്കുണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയും ഞാനും പിള്ളേരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോയി. എറണാകുളത്തേക്കാണ് പോയത്. ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിയുടെ ഉടമ്പടിക്ക് ആശീർവാദം നഷ്ടപ്പെട്ടു. ഉടമ്പടിക്ക് ആശീർവാദം നഷ്ടപ്പെടാന്ന് വീട്ടിൽ തിരിച്ച് വന്നപ്പോഴാണ് അവൾ അറിയണത്. എത്ര നേരം വൈകിയാലും വീട്ടിൽ എന്തൊക്കെ ആഘോഷങ്ങളുണ്ടായാലും ആൾ ഉടമ്പടിയുടെ പ്രാർത്ഥനകളിൽ ഒരു മുടക്കവും വരുത്തില്ല. അത് എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ അത്രയും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു 11:30 രാത്രി, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്, വെള്ളിക്കുളങ്ങര എന്ന് പറയും. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഉടമ്പടി കാശുരൂപം ആളുടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് പ്രയർ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് രാവിലെ നോക്കാം, ഇത്രയും രാത്രിയായിട്ട് ഇനി അത് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പെട്ടെന്ന് ആളുടെ മുഖമൊക്കെ ആകെ മാറി, കരച്ചിലും ബഹളവും ആകെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. അത്രയും സീരിയസ് ആയിട്ട് ആളെ കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ചാലക്കുടി വരെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ ആ രാത്രി വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റിലൊക്കെ നോക്കി, ഞങ്ങൾക്ക് ആ കാശുരൂപം കിട്ടിയില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളോട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടില്ല. ആൾ എന്ത് ചെയ്താൽ രാത്രി കിടന്നുറങ്ങില്ല, ഭയങ്കര കരച്ചിൽ തന്നെ, വേറെ ഇതൊന്നുമില്ല. ആളുടെ മുഖഭാവമൊക്കെ മാറി, ആ കരച്ചിലും ഭയങ്കര വിഷമം. വെളുപ്പിന് 4 മണിയായപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം സുഭാഷ് പാർക്കിലാണ് ഞങ്ങളന്ന് പിള്ളേരായിട്ട് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത്. അവിടെ വെളുപ്പിന് 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ചാലക്കുടി പാർക്കിലെത്തി. അവിടെ വന്ന് ഞങ്ങളവിടെ സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞു ഞങ്ങളൊരു ലോക്കറ്റ് ഇങ്ങനെ മിസ്സായിട്ടുണ്ട്, ഞങ്ങൾ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 6 മണിയാകുമ്പോൾ ഇവിടുത്തെ സൂപ്പർവൈസർ വരും, അവർ വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. 6 മണിയായപ്പോൾ അവരുടെ ക്ലീനിങ് സൂപ്പർവൈസർ വന്നു. അതൊരു മുസ്ലിം സ്ത്രീയാണ്.
അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനെ ഒരു ലോക്കറ്റ് പോയിട്ടുണ്ട്, ഇന്ന ഭാഗത്താണ് പോയിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കയറി ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവരും വന്ന് സഹായിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര പവനുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പവനൊന്നല്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇത്രപ്പെടുത്ത് വഴി വന്നത്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കോലം കണ്ടു കഴിഞ്ഞാൽ തനിയൊരു ഭ്രാന്തത്തിയുടെ പോലെയാണ്. ആകെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇവള് വിതുമ്പിയിട്ടാണ് പറയുന്നത്. ഒരു വീട്ടിൽ ഒരു മരണപ്പെട്ട എങ്ങനെയാണ് വിതുമ്പിയിട്ട് വാക്കുകൾ പറയുമോ അതേപോലെ ഇതാണ് ഇവളുടെ ഉടമ്പടി ലോക്കറ്റ് കാണാനില്ല എന്ന് ഇവരോട് വിവരിക്കണേ. ഇവളുടെ കരച്ചിൽ കേട്ടിട്ട് അവിടെ ചുറ്റുണ്ടായിരുന്ന ഈ ക്ലീനിങ്ങിലുള്ള ചേച്ചിമാരെല്ലാവരും വന്ന് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ആലപ്പുഴയിൽ ഇത്രയും അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ആശീർവാണോ, ഈ ആശീർവത്തിന് എന്താ അത്ര പ്രത്യേകത? അപ്പോൾ ഞാൻ പറഞ്ഞു കാശ് കൊടുത്താൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഇത്രയും ഞങ്ങൾ ഇവിടെ വന്ന് തിരയണേ. അപ്പോൾ അവർ അഡ്രസ്സൊക്കെ എഴുതി മേടിച്ചു, എന്തെങ്കിലും കാരണവശാൽ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കിട്ടിയില്ല. ആ സമയത്ത് ഇവൾക്കത് കാശിരൂപം കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ ഞാനിവിടെ ആലപ്പുഴ വന്നു. ഞങ്ങൾ ബൈക്കുമായിരുന്നു. അവിടെ നിന്ന് വീണ്ടും എറണാകുളത്ത് നിന്ന് ചാലക്കുടിയിൽ നിന്ന് എറണാകുളം പോയി, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വന്ന് ഇവിടെ വന്ന് അന്ന് ലെറ്റർ എഴുതി കൊടുത്താൽ ഇവിടുന്ന് കാശിരൂപം കിട്ടുമായിരുന്നു. പക്ഷേ ആ കാശിരൂപമല്ല, വേറൊരു കാശിരൂപമാണ്. അത് ഇന്നും പൊന്നു പോലെ വൈഫ് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ കാശിരൂപം നഷ്ടപ്പെട്ട അന്ന് തൊട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഭയങ്കര കടയിൽ നല്ല കച്ചവടം പൊടിക്കണ്. ഞാനൊരു ഷെഫായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ഞായറാഴ്ച നമ്മുടെ ഈ സ്ഥാപനം വരുന്നത് ചിമ്മിണി ഡാമാണ്, ടൂറിസ്റ്റ് മേഖലയാണ്. തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, ഔസപിതാവിൻ്റെ പള്ളിയുണ്ട്. ഞായറാഴ്ച വളരെ നല്ല കുർബാനയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഞാൻ പള്ളിയിൽ പോകാറില്ല, കാരണം എനിക്ക് കച്ചവടമായിരുന്നു വലുത്. മാതാവ് കാലിലിടാൻ തന്ന ചെരുപ്പ് ഞാനത് തലയിൽ വെച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. എനിക്കിത് ദൈവകൃപയാലാണ് ഇതെല്ലാം കിട്ടുന്നതെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അനുഗ്രഹം എനിക്കുണ്ടായില്ല. ഇതെല്ലാം എൻ്റെ കഴിവിൽ ഞാൻ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് ഈ ദൈവം തന്ന സൗഖ്യമോ അതൊന്നും എനിക്ക് ഓർമ്മയുണ്ടായില്ല. അച്ഛനിവിടെ പറയാറുള്ള പോലെ ഒന്നാമത്തെ ഉടമ്പടിയിലെല്ലാം കിട്ടും, അത് കഴിഞ്ഞാൽ പിന്നെ ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അന്ന് തൊട്ട് ആരംഭിച്ചു. ജീവിത പങ്കാളിയുടെ എല്ലാ പേപ്പർ വർക്കുകളും അവിടെ പെൻഡിങ്ങായി. അവൾക്ക് വിദേശത്തേക്ക് പോകാനായിട്ട് നിന്നായിരുന്ന എല്ലാ സാഹചര്യങ്ങളും അവിടുന്ന് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടുന്ന് DOV ശരിയാക്കി ഇറ്റലിക്ക് അയച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞങ്ങൾക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്കിപ്പോൾ പോകാൻ പറ്റില്ല. പക്ഷേ അവളുടെ ബാക്കിൽ കൊടുത്ത എല്ലാവരും അവിടെ എത്തിച്ചു, അവർക്ക് മാത്രം പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ കച്ചവടം നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഭയങ്കര ദേഷ്യക്കാരനാണ്. ദേഷ്യക്കാരൻ എന്ന് വെച്ചാൽ അതേപോലെയായിരുന്നു. ഞാൻ പെട്ടെന്ന് നമ്മൾ തെറിയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ പോലെയുള്ള ഒരു അവസ്ഥയിലാണ്. എൻ്റെ കൂടെയുള്ള സ്റ്റാഫിനും എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കായിരുന്നു. അങ്ങനെ ആരും പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിന് എനിക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിത പങ്കാളി ഞാനും തമ്മിൽ സ്വരച്ചേർച്ചയായി. ഞങ്ങൾ തമ്മിൽ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യങ്ങളുണ്ടാവുള്ളൂ. പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല. സമാധാനം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാത്തൊരു കാര്യമായിപ്പോയി. എല്ലാം ഉണ്ട്, സാമ്പത്തികം കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലാത്തൊരു സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ മാതാവ് തന്നതായതുകൊണ്ട് മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ ഒരു സ്റ്റാച്ചു നമ്മുടെ അവിടെ ഹോട്ടലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, നീ കൃപാസനത്തിൽ പോകാറുണ്ടോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എൻ്റെ ജീവിത പങ്കാളിയാണ് ഉടമ്പടി എടുത്തേക്കണത്. ഞാനപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നിൻ്റെ കാര്യത്തിന് നീയായിരുന്നു ഉടമ്പടി എടുക്കേണ്ടത്, ഒരിക്കലും ജീവിത പങ്കാളി എല്ലാവർക്കും ഉടമ്പടി എടുക്കണ്ടേ. അപ്പോൾ ഞാനങ്ങനെ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ഈ 5:30 എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക. ഞാൻ എൻ്റെ മുഴുവൻ കുർബാന ഞാൻ ഇന്ന് വരെ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് 5 പള്ളിയുണ്ട് തൊട്ട് മിനിറ്റത്. പക്ഷേ അച്ഛൻ പള്ളിയിൽ കയറുന്നതും അച്ഛൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ എല്ലാ കുർബാനയ്ക്കും പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയിലെത്താറുള്ളൂ. അച്ഛൻ ആൾക്കാരെ വിട്ടു പോകുന്നതിനെക്കാട്ടും മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെത്തായിരുന്നു. എനിക്ക് അതേപോലെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന ഞാൻ എപ്പോഴും കട്ട് ഓഫ് അടിക്കായിരുന്നു. അതായത് ഇപ്പോൾ ഒരു 3 നർമ്മ നിറഞ്ഞെന്ന് പറയുമ്പോൾ എത്തിയെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് മതി, പിതാവിനും പുത്രനും എത്തിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിലായിരുന്നു. എന്താ പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ എനിക്ക് വലിയൊരു ഉപഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതം അല്ലാണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഞാൻ തലയിട്ട് നോക്കാറുമില്ല. മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല.
അങ്ങനെ ഒരു നമ്മുടെ ജീവിതം നമ്മുടെ കാര്യങ്ങളൊന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചും ഈ ഉടമ്പടിയിലത്തുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക, കുർബാനയ്ക്ക് പോവുക, ഇതൊക്കെ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. എന്നാലും ഞാൻ 2 ദിവസം ഇവള് പറഞ്ഞ കാര്യം ആലോചിച്ചു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാൻ കൃപാസനത്തേക്ക് പോകാം. അപ്പോൾ അവൾ പറഞ്ഞു, ആർക്കാണ്? ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വെറുതെ അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത പണി മേടിക്കരുത്. നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുള്ള പോലെ കൃപാസനത്തിൽ വന്നിട്ട് പണി മേടിക്കേണ്ട, ഉള്ള പണി മര്യാദയ്ക്ക് കൊണ്ട് നടന്നാൽ പോരെ എന്നുള്ള പറയുന്ന പോലെ എൻ്റെ ജീവിത പങ്കാളിയും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ഞാനത് എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും, എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആൾ വന്നു. ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി നിയോഗ പേപ്പർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഫസ്റ്റത്തെ നിയോഗം, ഈ 90 ദിവസം എനിക്ക് ഉടമ്പടി ചെയ്യാൻ മാതാവ് എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ 90 ദിവസം അങ്ങനെ ആദ്യത്തെ ഉടമ്പടി അത് ചെയ്തു. പിന്നെ 2ാമത്തെ 3ാമത്തെ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എഴുതാനുണ്ടായില്ല. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്ന കാരണം കൊണ്ട്, വലിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എൻ്റെ മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സമാധാനമല്ല, വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പ്രശ്നങ്ങളും, മൊത്തത്തിലൊരു സമാധാനമില്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എഴുതാൻ നിന്നില്ല. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കിട്ടുമോ, 90 ദിവസം പൂർത്തിയാക്കാൻ പറ്റുകയാണെങ്കിലല്ലേ മറ്റുള്ള കാര്യത്തിനെക്കുറിച്ച് ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോയി. എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ 5ാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 2-4 ദിവസം ഞാൻ ട്രെയിൻ യാത്ര ചെയ്തതല്ലാതെ ഒരു ദിവസം പോലും എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങാൻ ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടില്ല. ഞാൻ ബോംബെയിലായാലും ബാംഗ്ലൂരായാലും ഈ 2 സ്ഥലത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് അവിടെ വിശുദ്ധ കുർബാന ദൈവം ഒരുക്കിയിട്ടുണ്ടായി. അതേപോലെ ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അന്ന് തന്നെ എനിക്ക് വിശുദ്ധ കുർബാന 2 വട്ടം എനിക്ക് കിട്ടിയായിരുന്നു. ഈ 4 ദിവസത്തിൽ ഒഴിച്ച് ഒറ്റ വിശുദ്ധ കുർബാന മുഴുവൻ ബലി എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. എനിക്ക് ഒരിക്കലും ഞാനാലെ സാക്ഷ്യം പെടുത്താൻ പറ്റണതല്ല. അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ റീൽസുകൾ മാത്രമേ കാണാറുള്ളൂ. അതേപോലെ നമ്മൾ സിനിമയുടെ കട്ടിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ബാക്കി ഈ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ ദൈവികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഫേസ്ബുക്കിൽ കാണാറില്ല, യൂട്യൂബിലും കാണാറില്ല. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന് അന്ന് വൈകിട്ട് എൻ്റെ ഫേസ്ബുക്കിലെ എല്ലാ പേജുകളും അൺലൈക്ക് ചെയ്തു. യൂട്യൂബിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അന്ന് വരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കി. പിന്നെ ഇൻട്രസ്റ്റഡ് ആക്കിയ കാര്യങ്ങൾ നമ്മുടെ ഈ കൃപാസനം തുടങ്ങിയ അന്ന് മുതൽ അച്ഛൻ്റെ എല്ലാ ക്ലാസ്സുകളും, അച്ഛൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകൾ വരെ, അതേപോലെ നമ്മുടെ ഇവിടുത്തെ ബ്രദറിൻ്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും എനിക്ക്, ഞാൻ സ്വന്തമായിട്ട് ഹോട്ടലായ കാരണം കൊണ്ട് എനിക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാവുമായിരുന്നു. ഞാൻ ഫുൾ ടൈം അത് കാണാൻ പറ്റി. വിശുദ്ധ കുർബാന എന്താണെന്നും ഒരു കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് എത്തിക്കേണ്ടതെന്നും ഒരു കൊന്ത എങ്ങനെയാണെന്നും ഒരു കൊന്തയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വചനം എങ്ങനെയാണ് ഇപ്പോൾ ഉരുവിടണമെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇത്രയും 37 വർഷമായി, എനിക്ക് 38 വയസ്സായി, 37 വർഷം വരെ ഞാൻ ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് ഈശോ പറഞ്ഞു കൊടുക്കണ പോലെ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുക്കണ പോലെ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നായിട്ട് പഠിച്ചു. ഒരു കൊന്തെത്തിക്കാനും ഒരു വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചെല്ലാനും. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കുന്നത് അച്ഛൻ വേറൊരു പ്രത്യേകിച്ചൊരു പ്രാർത്ഥനയല്ല, വിശ്വാസ പ്രമാണം ഭക്തിയോടെ കൂടെ അച്ഛൻ മാതാവിൻ്റെ ചവിട്ടിലാണ് നമ്മുടെ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതേപോലെ തന്നെ ആ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായും ചൊല്ലാൻ ഞാൻ പഠിച്ചു. ഇത്രയും 37 വർഷം ഞാൻ ചൊല്ലിയ പ്രാർത്ഥനകളൊക്കെ വെറുതെ ആയിരുന്നു. അതുവരെ ഞാൻ ചൊല്ലിയത് വെറുതെ വായിക്ക് എക്സസൈസ് ആയിരുന്നു. എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ചൊല്ലിയായിരുന്നതെന്നൊന്നും. പക്ഷേ ഉടമ്പടിക്ക് ശേഷം ഞാൻ ചൊല്ലിയ ഓരോ പ്രാർത്ഥനയ്ക്കും എനിക്ക് വ്യക്തമായ അനുഭവം ഉണ്ടായിരുന്നു. ഓരോ പിതാവിൻ്റെ പുത്രന് പോലും എനിക്ക് എനിക്ക് ഇത് കിട്ടുമായിരുന്നു. അതേപോലെ തന്നെ ദൈവമായിട്ട് സംസാരിക്കാൻ പറ്റണ പോലുള്ള മറ്റുള്ളവരൊക്കെ പറയുമ്പോൾ നമ്മളതൊരു കഥയായിട്ട് തോന്നുമായിരുന്നു. എനിക്ക് അത് നേരിട്ട് വ്യക്തമാവാൻ പറ്റി. ബൈബിൾ വാചനയിലൂടെ ബൈബിൾ വചനം നമ്മളെ കൊണ്ടു നടക്കുന്നു പറഞ്ഞ പോലെയാണ്. ഞാൻ ഈ വെളിപാട് 3:8 പറഞ്ഞത് നിങ്ങളതൊന്ന് വായിച്ച് നോക്ക്. ഒരു 5 മിനിറ്റ് 5 പ്രാവശ്യം നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അതിനുള്ള കറക്റ്റ് ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. അത് ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നല്ല, എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. ഇത് ഈ പകൽ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടെ എന്നെ മറ്റുള്ളവർ ഒരുപാട് കാണുമ്പോൾ, കാരണം ഞാൻ മുന്നേ പറഞ്ഞല്ലോ എൻ്റെ ഒരു പെട്ടെന്ന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്ന എന്നെ ഈ ഉടമ്പടിയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തി, ജയ്സ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകോളോ പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചോളൂ,
ഞാൻ മുന്നേ ബൈക്കുമേ വന്നിരുന്നത്, പിന്നെ കാറിലായി. നാളെ ഇപ്പോൾ ഞായറാഴ്ച 19 പേരടങ്ങുന്ന ട്രാവലറാണ് ഇങ്ങോട്ട് വരുന്ന കൃപാസനത്തിലേക്ക്. അങ്ങനെ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി. എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അനിയന്മാർ, എൻ്റെ അമ്മയുടെ വീട്ടുകാർ, അപ്പൻ്റെ വീട്ടുകാർ, എല്ലാ മക്കളെയും, എല്ലാ കുടുംബത്തിൽ നിന്നും ഓരോ വ്യക്തിനെയും, ഒരു കുടുംബത്തിൽ നിന്ന് 2 പേരെ വീതം ചേട്ടനനിയനൊക്കെ ആയിട്ട് ഈ കൃപാസനത്തിൽ വന്ന് അവരെ ഉടമ്പടി എടുപ്പിച്ച് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് വേറെ പ്രത്യേകിച്ച് അവരുടെ അടുത്ത് ഒരു സാക്ഷ്യം വിവരണത്തിനും കാര്യം ഉണ്ടായില്ല. അവർക്ക് നേരായ എൻ്റെ ജീവിതമായിരുന്നു സാക്ഷ്യം. ഞാൻ എങ്ങനെയായിരുന്നെന്നും ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അതെനിക്ക് കിട്ടിയ കുറേ വലിയ സൗഭാഗ്യങ്ങളോ ഇതൊന്നുമല്ലായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ പോകുന്ന പള്ളിയിലുള്ള കുർബാനയുടെ ഭക്തി, അതാണ് അവരെ മാറ്റിയത്. ഞാൻ എപ്പോഴും അവരെ ചീത്തയും തെറിയും പറഞ്ഞുകൊണ്ടിരുന്ന നാവ് കൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കാനും അവരെ ഇവിടെ കൊണ്ടുവരാനും എനിക്ക് ദൈവം ഇടവരുത്തി. അതേപോലെ എൻ്റെ ഒരു ബന്ധു 2.5 കൊല്ലമായിട്ട് അവരെ വേർതിരിഞ്ഞ് താമസിക്കായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് മാതാവ് എന്നിലൂടെ ഇടപെട്ടിട്ടു. അവിടെ നമ്മുടെ ഇടവക വൈദികരും മറ്റുള്ളവരെല്ലാം പരിശ്രമിച്ചിട്ടും, പഞ്ചായത്ത്, അങ്ങനെയുള്ള പോലീസ് എല്ലാവരും പരിശ്രമിച്ചിട്ടും ജീവിത പങ്കാളിനെ വീട്ടിൽ കയറ്റാൻ ഒരു കാരണവശാലും ആൾ സമ്മതിക്കില്ല. അത് ആൾ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആൾ കൊല്ലുമെന്നാണ് പറയുന്നേക്കണേ. അതിനകത്ത് വേറെ ഒരു മാർഗം ആൾക്കില്ല. അപ്പോൾ ജീവിത പങ്കാളി 2 വർഷമായിട്ട് ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ മരുമോൻ്റെ വീട്ടിലും ആളുടെ വീട്ടിലും ഈ കാഴ്ചപ്പാടിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും? നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും എത്രയോ വേദന നിറഞ്ഞതായിരിക്കണം ആ ജീവിതം. വളരെ ഒന്നോരം ആൾക്കാരുടെ കുത്തുവാക്കുകളും കാര്യങ്ങളും കേൾക്കണം. അങ്ങനെയുള്ളൊരു സമയത്ത് ആത്മഹത്യയാണ് മറ്റുള്ളവരൊക്കെ ചെയ്യുക. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആൾ മാത്രം അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും ആൾ കടിച്ചു തൂങ്ങി നിന്നു. പ്രാർത്ഥനയുടെ ശക്തിയായിരിക്കണം. അങ്ങനെ ഞാനായിട്ട് കണ്ടു. ഞാൻ പറഞ്ഞു, ആൻറ്റി ധൈര്യമായിട്ട് കൃപാസനത്തിൽ വാ, ഒരു ഉടമ്പടി എടുക്ക്, നമുക്ക് എല്ലാം ശരിയാവും, മാതാവ് നോക്കിക്കോളും. അങ്ങനെ ആൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ മാതാവ് കൃപ കൊടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരു 10-25 ദിവസം കഴിഞ്ഞു. ഒരു 7-7:30 സമയം വൈകുന്നേരത്തിൽ എനിക്ക് അതിശക്തമായിട്ടുള്ള പ്രചോദനം. നമ്മളിവിടെ ബ്രദർമാരും അച്ഛന്മാരൊക്കെ പറയണ പോലെ, നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയണ പോലെ, ഇന്ന ആളുടെ വീട്ടിലേക്ക് നീയായി പോയി സംസാരിക്കുക എന്ന് പറയണ പോലെ എനിക്ക് അതിശക്തമായിട്ടുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ തോന്നലാണോ എന്ന് അറിയാനായിട്ട് എൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞപ്പോൾ വൈഫ് പറഞ്ഞു, അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അവൾ പറഞ്ഞു, ജയിച്ചേട്ടൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് എന്തിട്ടാന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ ഡ്യൂട്ടിക്ക് പോയി. ഞാനപ്പോൾ ഇവിടെ നമ്മുടെ വിജയകുമാർ സാറ് പറയായിരുന്നു, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി കണ്ണടച്ച് നമ്മൾ ഒരു ബൈബിൾ വാക്യത്തുമ്പോൾ തൊടുക, അതായിരിക്കും അതിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരമെന്ന്. അങ്ങനെ ഞാൻ ബൈബിൾ എടുത്തു, പ്രാർത്ഥിച്ചു തുറന്നതു എലിസബത്തിനെ പരിശുദ്ധ അമ്മ സന്ദർശിക്കുന്ന രംഗമാണ്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇത് എൻ്റെ തോന്നലല്ല, ഇതിൻ്റെ ബാക്കിൽ പരിശുദ്ധ അമ്മയുടെ എന്തോ ഒരു പ്രവൃത്തി നടക്കാനുണ്ട്. ഞാൻ എൻ്റെ കാറെടുത്തു, വീട്ടിൽ നിന്ന് പോയി 7:30-8 മണി, അരമണിക്കൂർ ട്രാവൽ ചെയ്തു. അവരുടെ വീട്ടിലെത്തി. ആൾ കിടന്നുറങ്ങായിരുന്നു. ഞാൻ വിളിച്ചു. ആൾ ഒരു പ്രാന്തൻ്റെ പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ജീവിത പങ്കാളിയില്ല. അവരെ ഒന്നിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അങ്ങനെ എണപിരിയാത്ത ബന്ധം പോലെ ജീവിച്ച ആളാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയില്ല. ആർക്കും ഇടപെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് വന്നു. ആളുടെ അടുത്ത് സംസാരിച്ചു. ആളുടെ അടുത്ത് എന്ത് സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് നേരെ ഇവരുടെ വീട്ടിൽ ചെന്നു. അവർ വളരെ ആശ്ചര്യത്തോടു കൂടി വാതിൽ തുറന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആളെയും കണ്ടു കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിക്കണ്, ആൻറ്റി ധൈര്യമായിട്ട് ആളോട് പൊക്കോ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അവരുടെ മരുമോളും മോനും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ റിസ്ക് എടുക്കരുത്, അപ്പൻ അമ്മേനെ കൊല്ലും, ഒരു കാരണവശാലും വിടാൻ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ 2 പേരക്കുട്ടികളും വട്ടം പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, മാതാവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആൻറ്റി വണ്ടിയിൽ കയറിക്കോ, അത് മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്ത വിശ്വാസത്തിൻ്റെ പുറത്തും ആളുടെ ബോധ്യത്തിൻ്റെ പുറത്തും ആൾ കയറി. അന്ന് തൊട്ട് ഇന്ന് വരെ അവരൊരു കുഴപ്പമില്ലാണ്ട് ജീവിക്കണ്. ഈ ഞായറാഴ്ച അവരിവിടെ സാക്ഷ്യം പറയാൻ വരുന്നു. അതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ ഞായറാഴ്ച ഞാൻ എൻ്റെ ഹോട്ടൽ പ്രവർത്തിച്ചിട്ടില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നു, എനിക്ക് പ്രാന്താണ്, ഈ ഞായറാഴ്ച ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം ആരെങ്കിലും കട അടച്ചിടുമെന്ന്. ഞാനപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ഞായറാഴ്ച തുറന്നിട്ടില്ല. അങ്ങനെ ഞാൻ കൊടുക്കാൻ തീരുമാനമാക്കി. കാരണം നമുക്ക് പറ്റണില്ല എന്ന് മനസ്സിലായി. നമ്മുടെ ഇവിടെ അഖണ്ഡ ജപമാല റാലിയുടെ അന്ന് ഇവിടുന്ന് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഹോട്ടലിൽ ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹോട്ടൽ ഞാൻ കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 വിസ വെച്ചു യൂറോപ്പിലേക്ക് പോകാനായിട്ട്. എൻ്റെ ജീവിത പങ്കാളി ഞാനും, ജീവിത പങ്കാളി നേഴ്സാണ്, ഞാൻ ഷെഫാണ്. അപ്പോൾ ഞങ്ങളുടെ കാറ്റഗറിയിൽ പെട്ടെന്ന് ജോലി കിട്ടും. അപ്പോൾ ഷങ്കം വിസയാണ് വെച്ചത്. നിങ്ങൾക്കറിയാം ഷങ്കം വിസ എന്ന് പറഞ്ഞാൽ
എല്ലാം ക്രിയേറ്റഡ് ഡോക്യുമെൻ്റ് ആണ്. നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോയി അവിടെ ചെന്ന് ആ രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് കടന്ന് അവിടെ ജോലി ചെയ്യുകയാണ്. നമുക്ക് പ്രോപ്പറായിട്ട് വിസയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവരെല്ലാ കാര്യങ്ങളും ഫേക്കാണ്. നമുക്കില്ലാത്ത ജോലി, ഇല്ലാത്ത ബാങ്ക്, ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നിട്ടാണ് നമുക്ക് ജോലി ശരിയാക്കി തരുമോ. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഉടമ്പടിയിലാണ്. അപ്പോൾ ഷെങ്കൻ വിസ വന്നു വെച്ചു, രണ്ടും റിജക്ഷനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. കാരണം നമ്മൾ കള്ളം പറയരുത് എന്ന് പറയുന്ന നമ്മുടെ പ്രമാണങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിക്കണ എല്ലാ ഡോക്യുമെൻറ്റ്സും കള്ളാണ്. അപ്പോൾ ഞാനത് ഒരിക്കലും പ്രാർത്ഥിച്ചില്ല അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിന് കഴിയുമെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫഷനും പറ്റിയ ഒരു കോഴ്സ് അല്ലെങ്കിൽ എനിക്ക് ജോലി റെഡിയാക്കി തരണമെന്ന്. അങ്ങനെ എനിക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂകൾ കഴിഞ്ഞു. അതും വളരെ യാദൃച്ഛികമായിട്ടാണ്, ഒരുപാട് നേരം ആയതുകൊണ്ട് ഞാനത് പറയണില്ല കണ്ടമാനം. അങ്ങനെ ജോലി കിട്ടി. നമ്മുടെ തിങ്കളാഴ്ച രാവിലെ 5:30 ജോസഫ് അച്ഛൻ്റെ ക്ലാസ്സിൽ പ്രത്യേകം അച്ഛൻ നോട്ട് ചെയ്ത് മെൻഷൻ ചെയ്ത് പറഞ്ഞായിരുന്നു, രാത്രി കിടന്നുറങ്ങിയപ്പോൾ രാവിലെ 5:30 എനിക്ക് അച്ഛൻ്റെ നിയോഗ ക്ലാസ് കൂടിയിട്ട് വേണം എനിക്ക് ഇൻ്റർവ്യൂവിന് പോകാനോ അല്ലെങ്കിൽ ഇന്ന ജോലിക്ക് പോകാനെന്ന് നിയോഗം വെച്ചിട്ടുള്ള എല്ലാവരും ദൈവം അതിശക്തമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ ബ്ലെസ് ചെയ്തു. അന്നത്തെ ദിവസം 10:30 എനിക്ക് ഡൽഹിയിൽ ഇൻ്റർവ്യൂ ആയിരുന്നു. എൻ്റെ മുന്നിൽ 12 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തം 9 പേരുടെ അവർ സ്പോട്ടിൽ റിജക്ഷൻ അടിച്ചു. VFS അല്ല, എംബസിയാണ്. എംബസി ഇൻ്റർവ്യൂ ആണ്. നേരെ നമ്മുടെ ഗ്രീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അവിടെ ഇരിക്കുന്നത്. അവർക്ക് നമ്മളിൽ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കറപ്ഷൻ തോന്നിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ അവർ പാസ്പോർട്ട് റിജക്ഷൻ ആക്കും. ഞാൻ അരമണിക്കൂർ എന്നെ ഇൻ്റർവ്യൂ നടത്തി. ഒരു വാക്കിലോ ഒരു ഇതിലോ എൻ്റെ അടുത്തുനിന്ന് ഒരു മിസ്റ്റേക്കോ സംഭവിക്കാണ്ട് അരമണിക്കൂർ അവർ ചോദിച്ചത് മറിച്ചും തിരിച്ചും ചോദിച്ചിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. പ്രത്യേകിച്ച് മറ്റുള്ള ഇംഗ്ലീഷ് നമ്മുടെ ഇംഗ്ലീഷുകാർ സാധാരണ സംസാരിക്കുന്ന പോലെയല്ല, മറ്റുള്ള രാജ്യത്തുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അത്രയും ടഫായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അരമണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹം. പ്രത്യേകിച്ച് മാതാവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുണ്ടായത്. അപ്പോൾ അങ്ങനെ എനിക്കത് ജോലി കിട്ടി. ഞാൻ ഇന്നലെ രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് വന്നത്. ഇന്നലെ രാവിലെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നു. ഇന്നലെ 3 മണിയായപ്പോൾ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നു. വിസ അടിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയ്ക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും എനിക്ക് പോകാൻ പറ്റും. എൻ്റെ പ്രൊഫഷൻ, അതായത് ഷെഫായിട്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് നല്ല ശമ്പളം, 1 ഇയറിലെ ടിക്കറ്റാണ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട്. അതായത് ഞാൻ ഒരിക്കലും തേടി പിടിച്ചാൽ കിട്ടാത്തൊരു ജോലി യൂറോപ്പിലേക്ക് ദൈവം എൻ്റെ കയ്യിലേക്ക് ഉള്ളം കയ്യിൽ വെച്ച് തന്നു. വെളിപാട് 3:8 പറയണത്, ഞാൻ എൻ്റെ പരിമിതി ദൈവത്തിനറിയാം, പക്ഷേ ഞാൻ വചനം കാത്തതുകൊണ്ടും ദൈവത്തിനെ നിഷേധിക്കാത്തത് കാരണം കൊണ്ടും ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ എൻ്റെ നേരെ ദൈവം തുറന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ജീവിത പങ്കാളിയുടെ ആ ഹോസ്പിറ്റലിലേക്ക് ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞ ആ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും വിളിച്ചു. അവൾക്ക് പോകാനുള്ളത് എത്രയും പെട്ടെന്ന് റെഡിയാവും, എല്ലാ കാര്യങ്ങളും വീണ്ടും പ്രോസസ്സിങ്ങിലായിട്ടുണ്ട്. വീണ്ടും അവർ വിളിച്ചു, എല്ലാം അവസാനിപ്പിച്ചു കൊടുത്തുനിന്ന് വീണ്ടും ദൈവം തുടങ്ങി. അവൾ ഇത്രയും വൈകിപ്പിച്ചത് എൻ്റെ ഒരു വിശദീകരണത്തിന് വേണ്ടിയാണ്. നിങ്ങളോട് എളിയ അഭ്യർത്ഥന എനിക്ക് ഉള്ളത്, എൻ്റെ ഈ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ മരണം വരെ നിലനിൽക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് പേരെ ഇനിയും കൃപാസനത്തിലേക്കും മറ്റുള്ളവർക്കും കൊണ്ടുവരാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു മുന്നറിയിപ്പും കൂടിയാണ് ഞാൻ. ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് കിട്ടണ നിങ്ങളുടെ നിയോഗങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കരുത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കാല് പിടിച്ച് ഞാൻ പറയാണ്, ഇത് ഒരു ജീവിതാനുഭവമാണ്, അല്ലാണ്ട് വേറെ മറ്റുള്ളവരുടെ കഥയോ അതൊന്നുമല്ല. ചങ്കിൽ തൊട്ടിട്ടുള്ള സത്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. എൻ്റെ ഒരു അനുഭവം. ഇനി ഞാൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ വല്ല മദ്യപാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ അടിമപ്പെട്ടു പോയാനെ. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കൊണ്ടാണ് എനിക്ക് വീണ്ടും കൃപാസനത്തിൽ വരാനൊക്കെ പറ്റിയത്. അല്ലെങ്കിൽ ഒരു കുടുംബം നശിക്കാൻ ഈ ഒറ്റൊരു കാരണം മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഉടമ്പടി വെള്ളം ചേർക്കാണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ള 100% ഉറപ്പാണ്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്റ്റാഫിനെ ഞാൻ തെറി പറഞ്ഞായിരുന്നു, വല്ലതുണി ചീത്ത വിളിച്ചായിരുന്നു. എല്ലാ സ്റ്റാഫും ഇപ്പോൾ ഇവിടെ ഉടമ്പടിയിലാണ്. 3ഉം 2ഉം പുതുക്കിയവരുണ്ട്. അതിനകത്ത് പള്ളിയിൽ പോകാൻ എന്നെ പോലെ തന്നെ മടിയുള്ളവരുണ്ടായിരുന്നു. ഇപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും, ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ അവർക്ക് ഗൾഫിൽ പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കടം മാറാനോ ബാധ്യതകളോ ഒന്നുമില്ല. അവർ പറയും, ചേട്ടാ ഉടമ്പടി എടുത്തപ്പേനെ വീട്ടിൽ ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ മുന്നേ ദേടാ ചോറ് വേണമെങ്കിൽ തന്നോന്ന് പറയണം, അമ്മ ഇപ്പോൾ വാമോനെ ചോറുണ്ടോ എന്ന് പറയണമെന്ന് പറയും. അത്രയും പിള്ളേരുകൾക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റായി. എൻ്റെ ജീവിതം അവർക്ക് മാതൃകയാകാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനും. അതേപോലെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ എനിക്ക്
ചെയ്താൽ മടുക്കണില്ല. ഇപ്പോൾ മുന്നേ എൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഇന്നത് എൻ്റെ മുമ്പിൽ വരണ ഒരുപാട് പേർക്ക് ജാതി മതമോ അവരുടെ വസ്ത്രമോ ഇതൊന്നും കണ്ടിട്ടല്ല, എല്ലാവർക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളും ഞാൻ അന്വേഷിച്ച് തേടി പിടിച്ച് നമ്മൾ പറയാം ബൈക്ക് ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് പല വീടുകളിലും ഇപ്പോഴും കിടക്കണ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ അവർ അതിശയപ്പെട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചേട്ടാ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറയും അത് അപ്പോൾ നമ്മൾ വാതിൽ തുറക്കുമ്പോൾ കാണാം ഒരുവിധം വീടുകളിലൊക്കെ കൃപാസനത്തിൻ്റെ പത്രവും കൃപാസന മാതാവും ഉണ്ടാവും. ഞാൻ പറയും ചേച്ചി ഞാനിവിടെ വന്നതിന് പ്രത്യേകിച്ചൊരു കാരണമില്ല, ആ ഇരിക്കണ മാതാവാണ് കാരണം. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന ഒരു തുക ഞാൻ അവരുടെ അടുത്ത് കൊടുക്കുമ്പോൾ ദൈവം പ്രകാശമാവണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കണ്ണിൽ. ഭക്ഷണം കൊടുത്ത് ഞാൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കൈയെടുത്ത് അവർ കൈ കൂപ്പി അനുഗ്രഹിക്കുന്നതും നമുക്ക് വേണ്ടി അവർ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കൊടുക്കണേനെ ദൈവം അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തിരിച്ചു തരുമെന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മുന്നേ ഈ കണ്ട കാലം മൊത്തം ഞാൻ ജീവിച്ചിട്ടും 37 കൊല്ലം ഞാൻ ജീവിച്ചിട്ടും അച്ഛൻ പറയാറുള്ള പോലെ 38 വർഷത്തെ അച്ഛൻ്റെ പൗരത്യം പോലെ ഈ 37 കൊല്ലം ജീവിച്ചിട്ടും കിട്ടാത്ത ഒരു അനുഭവം. ഞാൻ 2500 രൂപ വരെ ഒരു ദിവസം നാട്ടിൽ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം 2500 രൂപ ഒരു നാട്ടിൽ ശമ്പളം മേടിക്കണേ എത്ര രൂപയുടെ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അതിലൊന്നും കിട്ടാത്തൊരു ആനന്ദം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊന്നും ഒരു പാഴ്വാക്കല്ല. ഇതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചുക്കുമില്ല. എനിക്ക് ഞാൻ എത്തേണ്ടടുത്ത് ഞാൻ എത്തിപ്പെട്ടു, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇപ്പോൾ ജോലി കിട്ടിയതും ഇതൊക്കെ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് ഭൗതിക കാര്യങ്ങൾ പറയുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല. അത് ആത്മീയമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവകൃപ തന്നെ വേണം. അത് ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല, അത് നിങ്ങളെക്കാട്ടും മോശപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ. മറ്റുള്ളവർ ഒരുപാട് പുച്ഛിച്ചിട്ടുണ്ട്, അച്ഛന്മാരെ സിസ്റ്റർമാരെ. ഇപ്പം ഞാൻ ഓരോ അച്ഛന്മാരെ കാണുമ്പോൾ ഓരോ സിസ്റ്റർമാരെ കാണുമ്പോൾ അവർ ജീവിക്കണ അവരെ സ്തുതിക്കാറുണ്ട്. ഓരോ സിസ്റ്റർമാരെയും അവർ എങ്ങനെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, പക്ഷേ ആ ഒരു സിസ്റ്റർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന് പറയുമ്പോൾ ഇന്നെനിക്ക് അവരോട് കാണുന്ന ഒരു ബഹുമാനം ദൈവത്തെ കാണുന്ന തുല്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ജെയ്സൺ KJ എന്ന ഈ മകൻ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുന്നു. നാം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് എൻ്റെ ചങ്കിൽ കൈവച്ച് ഞാൻ പറയുകയാണ്, ഇത് എവിടെയോ നടന്ന കാര്യമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞ് ഈ മകൻ നമ്മോട് പറയുമ്പോൾ തൻ്റെ ജീവിത വഴികൾ അതെങ്ങനെയായിരുന്നു. തനിക്ക് പൈസയ്ക്ക് കുറവില്ല, ആരോഗ്യമുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് താൻ നേടിയെടുത്തു. തനിക്കൊരു ജീവിത മാർഗമായിട്ട് കിട്ടിയ തൻ്റെ ബിസിനസ്, അതായത് തൻ്റെ ഷോപ്പ്, അത് താൻ തലയിലാണ് എടുത്തു വെച്ചുകൊണ്ട് നടന്നിരുന്നത്. അതിനാണ് താൻ പ്രാധാന്യം കൊടുത്തിരുന്നത്. ദൈവത്തെ അല്ല താൻ ഹൃദയത്തിൽ കൊണ്ട് നടന്നത്, തൻ്റെ ബിസിനസ്സിനെ ആയിരുന്നു. ആ വ്യക്തി, അതായത് 5 പള്ളി തൻ്റെ ചുറ്റുമുണ്ട് തൻ്റെ വീടിൻ്റെ, പക്ഷേ കുർബാനയൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഈ മകൻ ഇവിടെ പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഒരു ഓപ്പൺ കൺഫെഷൻ. ഇവിടെ നാണക്കേടോ മാനക്കേടോ ലജ്ജയോ ഒന്നുമില്ല. ചെറുപ്പക്കാരായ ജെയ്സനെ പോലെയുള്ള മക്കൾ എത്രയോ പേര് ഇവിടെ വന്ന് ഇതേപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇത് ജീവിക്കുന്ന അനുഭവം ഇന്ന് ഈ മകൻ പറയുമ്പോൾ തനിക്ക് ഭൗതികമായിട്ട് കിട്ടിയ കാര്യങ്ങൾ എന്തൊക്കെയെന്നെല്ലാം ജെയ്സൺ അക്കമിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അല്പസമയം കൂടുതലെടുത്തു. സാക്ഷ്യം ജെയ്സൻ്റേത് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് സാക്ഷ്യത്തിലുടനീളം ജെയ്സൺ മഹത്വപ്പെടുത്തുകയാണ് ദൈവത്തെ. താനായിരുന്ന ഒരവസ്ഥയെ. ഇവിടെയാണ് സാവൂളിൻ്റെ മാനസാന്തരം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവ് സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് കർത്താവ് യാത്ര ചെയ്തിരുന്ന സാവൂളിനെ നിലം പതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാവൂൾ ചോദിക്കുന്നുണ്ട്, കർത്താവേ നീ ആരാണ്?
അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് മറുപടി പറയുന്നു. വീണ്ടും അനനിയാസ് എന്ന് പറയുന്ന പുരോഹിതനോട് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നീ ഇന്ന നഗരത്തിൽ പോകണം, അവിടെ നിനക്ക് വേണ്ടി ഒരുത്തൻ കാത്തിരിപ്പുണ്ട്. അനനിയാസ് പറയുന്ന ഒരു വാക്കുണ്ട്, കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് മറുപടി പറയുന്നുണ്ട്, നീ പോവുക, വിജാതീയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഇതാണ് ഇന്ന് ഇവിടെ ജെയ്സണും പറയാതെ പറയുക. താൻ എങ്ങനെയായിരുന്നു, തന്നെ കർത്താവ് എങ്ങനെ തിരഞ്ഞെടുത്തു, തൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥന, അതുമൂലം തനിക്ക് ഇവിടെ വരാനുണ്ടായ ഉടമ്പടി കാശുരൂപം നഷ്ടപ്പെടുന്നത്, ആ നഷ്ടപ്പെട്ട കാശുരൂപം തേടി ആ മകളുടെ നിർബന്ധവും, ഈ മകൻ രാത്രിയിൽ പാതിരാത്രിയിൽ പോകുന്നത്, വെളുപ്പിനെ പോകുന്നത്, കാശുരൂപം കാണാത്തപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എത്ര പവനാണെന്ന്. വില കൊടുത്താൽ കിട്ടാത്തതാണത്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനു വേണ്ടി നടക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെയും ഒരു പ്രഘോഷണമാണ്. അവർ അഡ്രസ്സ് കുറിച്ചെടുത്തു എന്നാണ് പറയുക, കലവൂര്, ആലപ്പുഴ, ഇതെവിടെ, ഇവിടെ ഇങ്ങനെയൊക്കെ നടപ്പുണ്ടോ, അതും ഒരു പ്രഘോഷണം. അമ്മ അവിടെ ഈ മക്കളെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ പിന്നീട് താൻ വന്ന് ഉടമ്പടി എടുത്തു, തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇന്ന് താനും തൻ്റെ വൈഫും പോവുകയാണ് വിദേശത്തേക്ക്. അങ്ങനെ ഇന്ന് ഈശോയെ മഹത്വപ്പെടുത്തി ഈ മകൻ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ താനായിരുന്ന ഒരു തലത്തിലല്ല. ഇന്ന് എങ്ങനെയാണ്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം സാധിച്ചു തരുന്നതെന്ന് ഉറക്കെ ഉച്ചസ്ഥിരം പ്രഘോഷിക്കുകയാണ് ജെയ്സൺ. അതിനൊരു മാറ്റമില്ല എന്നാണ് ജെയ്സൺ പറയുക. ഇതെൻ്റെ ജീവിത സാക്ഷ്യമാണെന്ന്